ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രം റോഡ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷനാണ് അപ്പോൾ ഇന്നത്തെ വീട് വന്നിരിക്കുന്നത്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് തൊട്ട് താഴെ എത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വീട് കാണാൻ പറ്റും. ഒരു 2 ലോറി വരെ നമുക്ക് പോകാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കുള്ള റോഡാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് തൊട്ടടുത്താണ് നമുക്ക് വരുന്നത്. ഈ ഒരു വീടാണ് നമ്മളപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാ മെയിൻ റോഡ് അവിടെയാണ്. അവിടെ നിന്ന് ഇത്രയും ദൂരം മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമുക്ക് കാറൊക്കെ ഓടിച്ച് വരാൻ വേണ്ടി ബുദ്ധിമുട്ട് ആർക്കും തന്നെ ഫീൽ ചെയ്തില്ല. കാരണം അത്രയും വലിയ റോഡ് തന്നെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് 6 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മൾ ട്രിവാൻഡ്രം പടാരോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് തിരുമലയ്ക്ക് അടുത്തുള്ള പടാരോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെയാണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്ററൊക്കെ ട്രാവൽ ചെയ്താൽ മതി നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിഴക്ക് ദർശനമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ അകത്ത് വരുമ്പോൾ നമുക്ക് സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ഗേറ്റാണ് നമ്മുടെ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് തറ ഫുള്ളും തന്നെ ഉണ്ട്, ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 3 കാറ് വരെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു കാർ ഇടാം. ഇവിടെ നമുക്ക് 2 കാറ് വരെ നമുക്ക് ഇതിൻ്റെ അകത്തും പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. ഇനി ഈ വീടിന് നമുക്ക് കിണർ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കിണർ നമുക്ക് ഈ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടൊക്കെ തന്നെ. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റൗട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് സിറ്റൗട്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സിറ്റൗട്ടാണ്. നമുക്കിവിടെ ഒരു 4-5 ചെയർ വരെ നമുക്ക് ഇവിടെ ഇടാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഒരു കൈവേര് പോലൊരു സംഭവം ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ളും വാൾട്ടയിലാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വാൾട്ടയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നത്. കണ്ടോ, ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച എറിഞ്ഞ് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം കയറി വരുമ്പോഴത്തേക്കും നമുക്കൊരു വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെ കാണാൻ സാധിക്കും. നല്ല സ്പേസ് ഉണ്ട് ലിവിങ് ഏരിയയിൽ. തറയിലെ ടൈൽ പാറ്റേൺ ഇതാണ് വരുന്നത്. അവിടെ ഒരു വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടി വി വരെ നമുക്കിവിടെ വയ്ക്കാം. ഫുള്ളും തന്നെ ബോർഡ് വർക്കിലാണ് നമുക്ക് ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അത് നല്ല സ്പേസ് ഉണ്ട്. കയറി വന്ന എൻട്രൻസ് നമുക്ക് ഈ വഴിയാണ്. ഇപ്പോൾ മുകളിൽ സീലിംഗ് നോക്കിയാൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിംഗ് സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം തന്നെ നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അത് നല്ല സ്പേസ് ഉണ്ടോ, നല്ല ഏരിയ ഉണ്ട് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഇനി നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചണാണ് ഇവിടെ വരുന്നത്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ നമുക്ക് അത് കയറി കാണാം. തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ഡെയിൽ വരുന്നുണ്ട്. ബാക്കി ഈ ഒരു മെറ്റീരിയൽ ഫുള്ളും തന്നെ നമുക്ക് ബോർഡ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഒരു ഒലിവ് ഗ്രീൻ തീമിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് ഫിറ്റിങ്സ് കൂടെ ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. പണി അത് നടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് നമുക്ക് ഇവിടുത്തെ സിങ്ക് വരുന്നത്. പിന്നെ അതിന് തൊട്ടിപ്പുറത്ത് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ പോലൊരു സംഭവം ഇവിടെയും വരുന്നുണ്ട്. അവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. അത് നമുക്ക് ഈ ഒരു വാഷിംഗ് ഏരിയയുടെ തൊട്ട് സൈഡിൽ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബെഡ്റൂം കയറി കാണാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് 2200 സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബെഡ്റൂമൊക്കെ തന്നെ നല്ല സ്പീഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. 2 വിൻഡോ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാർഡ്രോബ് ഉണ്ട്. 3 ഡോർ ടൈപ്പാണ് നമുക്കിവിടെ വാർഡ്രോബ് വരുന്നത്. ഇവിടെ ഒരു മിറർ ഇനി വരാനായിട്ട് ഉണ്ട്. അതും കൂടെ ഇനി ഫിറ്റ് ചെയ്യും. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം എവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ PVC ഡോർ ഇടാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുക. ഇവിടെ തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ആ ടൈൽ നമുക്ക് ഈ പാറ്റേണാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അവിടെ ഒരു മിറർ, സിങ്ക് എല്ലാ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കയറി കാണാം. നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറി ഇനി മുകളിൽ പോകണം. ഈ ഒരു സ്റ്റെയറിയാണ് പോകേണ്ടത്. തറയിൽ നമുക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ സൈഡിൽ നമുക്ക് കയറി പോകുന്ന ഭാഗത്ത് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കയറി വരുന്ന ഈ ഒരു ഹാൻഡിൽസ് ഫുള്ള് നമുക്ക് വുഡ് ആൻഡ് സ്റ്റീലിലാണ് നമുക്ക് ഇവിടുത്തെ ഹാൻഡിൽസ് കണ്ട് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകളൊന്നും കാണാം. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് ഒക്കെ സീലിങ്ങിൽ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി മുകളിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറി ഇനി മുകളിലെത്തിയപ്പോഴും കണ്ടാൽ നമുക്കിവിടെ ഒരു ചെറിയ ഒരു ലിവിങ് ഏരിയ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇത്രയും സ്പേസാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയയിലുള്ളത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റൊക്കെയാണ് നമുക്ക് ഇവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. 3 ബെഡ്റൂം ഉള്ളത്. ഒരു ബെഡ്റൂം ഇവിടെയും, ഒന്ന് തൊട്ടിപ്പുറത്തും, ഒന്ന് അങ്ങറ്റത്തുമാണ് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ ബെഡ്റൂമായിട്ട് ഇനി കയറി കാണാം. ഫസ്റ്റ് നമുക്ക് ഇവിടെയുള്ള ഈ ബെഡ്റൂം നോക്കാം. കണ്ടോ, ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് അതിൽ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബാത്റൂം നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുള്ളത് കണ്ടോ. ഇനി ബാത്റൂം ആയാലും നമുക്ക് താഴെ കണ്ട അതേ ഒരു പാറ്റേണിലുള്ളത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. സൈഡിലെ ടൈലിലെ ഇതാണ് വരുന്നത്.
ബാക്കി മിറർ സിങ്ക് എല്ലാ സംഭവം ഇവിടെ വരുന്നുണ്ട്. ഇനി ഡോർ ഇടാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് അത് ഈ ഭാഗത്താണ്. അപ്പോൾ കയറേണ്ട എൻട്രൻസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് അതിന് മുമ്പേ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഇൻ ഔട്ട് കണക്ഷൻ അല്ലാതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിൽ നോക്കിയാൽ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇത് സ്പേസ് നമുക്ക് മറ്റേതിനേക്കാളും കുറച്ച് കുറവാണ്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ഡോർ ടൈപ്പാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇനി ഇവിടെ ഒരു മിററും കൂടെ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം എവിടെയാണ് വരുന്നത്. സെയിം നമ്മളപ്പുറത്തെ കണ്ട അതേ ഒരു ഫിറ്റിങ്സും ടൈലൊക്കെ തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഒരു ബെഡ്റൂം. ഇതും സ്പേസ് ഉണ്ട് എന്തൊക്കെയാണ് വരുന്നത്. നമുക്ക് 2 വിൻഡോ വരുന്നുണ്ട്. പിന്നെ ഇത് 3 ഡോർ ടൈപ്പാണ് ഇവിടുത്തെ വാർഡ്രോബ്. 3 ഡോർ ടൈപ്പാണ്. ഇവിടെ ഒരു മിററിങ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരും. ഈ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് ഇതിന് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. ഈ ഭാഗത്താണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഇവിടെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗിൽ വരുന്നത്. അതായത് സൈഡിലുണ്ടോ ഫുള്ളും തന്നെ നമുക്ക് വാൾട്ടയിലാണ് സൈഡിൽ പോർഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലോട്ട് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയുള്ള സ്പേസും കൊടുത്തിരുന്നത്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 96 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ ഹോം ലോണാണ് വീട് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഹോം ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് താഴെ അല്ലെങ്കിൽ അതിന് മുകളിൽ അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തുള്ള ലക്ഷറി വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരിക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.